അല്ല, നിലമ്പൂര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിളക്കമാർന്ന വിജയം നേടും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പദ്ധതികൾക്കുമുള്ള ജനങ്ങളുടെ അംഗീകാരം പ്രതിഫലിക്കുന്ന ഒരു വിധിയെഴുത്തായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പം അവിടെ ഒരു പ്രത്യേക സാഹചര്യം പോലെയാണല്ലോ നിലനിൽക്കുന്നത്. ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് ഈ നമ്മുടെ ചേരിയിലല്ല, എതിർ ചേരിയിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അൻവറിന്റെ ഒക്കെ ഒരു സാന്നിധ്യം എത്രത്തോളം അത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അത് അവർ നേരിടുന്ന ഒരു പ്രശ്നമാണ്, UDF നേരിടുന്ന ഒരു പ്രശ്നമാണ്. അത് ഞങ്ങളുടെ ഒരു പരിഗണനാ വിഷയമല്ല. ഞങ്ങൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. LDF MLA എന്നുള്ള രീതിക്കായിരുന്നല്ലോ അൻവർ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ അൻവർ മാറുമ്പോൾ LDFന്റെ വോട്ട് അവിടെ കുറയാനായിട്ടുള്ള അല്ലെങ്കിൽ മാറാനായിട്ടുള്ള സാധ്യതകളില്ലേ? അല്ല, അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും. അത്തരത്തിലൊരു നിലയല്ല നിലമ്പൂരിലുള്ളതെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായി കുറെ കാലം ഇപ്പൊ അവിടെ ചെലവഴിച്ചു. അപ്പൊ അതെല്ലാം ഒരു ഗുണകരമായി മാറും അല്ലെ? കുറച്ചുകൂടി അല്ല, നമ്മുടെ ഒരു നാടാണല്ലോ. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടി പ്രവർത്തനങ്ങളുടെ ഒരു ചുമതല ആ നാട്ടുകാരൻ കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിർവഹിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം പാർട്ടി ആ നിലയിൽ തീരുമാനിച്ചിരുന്നു, പിന്നീട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ തീരുമാനിച്ചു. അതത് തീരുമാനങ്ങൾ കഴിയുന്നത്ര ഭംഗിയായി ഏറ്റെടുത്ത് മുന്നോട്ട് പോവാന്നുള്ളതാണ്. പലരും നേരത്തെ വെല്ലുവിളിച്ചിരുന്നു, അതായത് ധൈര്യം ഉണ്ടെങ്കിൽ മത്സരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അത്തരം വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനോടകം അത് പ്രതികരിച്ചിട്ടുള്ളതാണ്. വെല്ലുവിളികൾക്കോ ഭീഷണികൾക്കോ പരദൂഷണങ്ങൾക്കോ ഒന്നും രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനമില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ആശയങ്ങൾ തമ്മിലുള്ള മാറ്റുരയ്ക്കലാണ്. അപ്പോൾ ആ ഒരു ഉയർന്ന നിലയിലേക്ക് വളരുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് എന്ന് മാത്രമേ അക്കാര്യത്തിൽ പറയാനുള്ളൂ. നിലമ്പൂരിന് ഇടതു മനസ്സ് തന്നെയാണ്. തീർച്ചയായിട്ടും നിലമ്പൂരിനല്ല, കേരളത്തിന് തന്നെ ഇടതു മനസ്സാണ്. ശരി, അവിടുത്തെ ഒരു മത്സരം കടുത്ത മത്സരം തന്നെയാവോ അതോ ഒരു ഈസി വാക്ക് ഓവർ എന്ന രീതിക്കാവോ? അല്ല, മത്സരങ്ങൾ ഒരിക്കലും നമ്മൾ ഈസി വാക്കറായിട്ടൊന്നും കാണാൻ പാടില്ല. മത്സരം നല്ല ശക്തമായിട്ട് നടക്കട്ടെ, അതല്ലേ വേണ്ടത്. ആവർത്തിക്കും ചേലക്കര ആവർത്തിക്കും. ചേലക്കരയിൽ LDF വിജയിച്ചല്ലോ, അതായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലേ? തൃശ്ശൂരായതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി മികച്ച വിജയം നേടും, തിളക്കമാർന്ന വിജയം നേടും. ആശംസകൾ. SM സ്വരാജ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വളരെ തീവാറിയ പോരാട്ടത്തിന്റെ തീവാറിയ പ്രചരണത്തിനൊക്കെ ദിവസങ്ങൾ തന്നെയാകും. സ്ഥാനാർത്ഥികളും മുന്നണികളൊക്കെ വലിയ തിരക്കിലായിരിക്കും. അതെ, പക്ഷേ ബഡ്ഡീസിന്റെ ഒരു പോരാട്ടമാണ് എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ ആരോഗ്യകരമായ ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം നിലമ്പൂരിൽ.